In this video, we are discussing application of the integrals. എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ആണ്. ഏരിയ ഓഫ് സം അണ്ടർ സം ഗ്രാഫ് ആണ് ആക്ച്വലി ആപ്ലിക്കേഷൻസ് ഓഫ് ദി ഇൻ്റഗ്രലിൽ വരിക. നമുക്ക് ജസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകും. ഏരിയ അണ്ടർ ദി ഗ്രാഫ്. എ പാരാബോളിക് ഡോർവേ with base 6 feet and height 8 feet is cut out of the wall. How many square feet of wall space are removed? ഇതാണ് നമ്മുടെ പ്രോബ്ലം. അതായത് ഒരു പാരാബോളിക് ഡോർവേ ബേസ് വന്നിട്ടുണ്ട്, ഹൈറ്റ് വന്നിട്ടുണ്ട്, കട്ട് ചെയ്തു. ഒരു വാളിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ആർച്ച് പോലുള്ള ഒരു എൻട്രി നമുക്കാക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി സ്ക്വയർ ഫീറ്റ് ഓഫ് വാൾ സ്പേസ് ആർ റിമൂവ്ഡ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പാരാബോൾ ആൻഡ് ഇക്വേഷൻ y is equal to x square plus c. നമുക്ക് എയും സിയും എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. അറ്റ് ഫസ്റ്റ് y എന്ന് പറയുന്നത് എന്താണെന്ന് വന്നിട്ടുണ്ട്, ഹൈറ്റ്. y is equal to 8 on 0 8 0 8 നമുക്ക് എന്ത് ചെയ്യുന്നു, 0 ഇനിഷ്യൽ 0 നമ്മൾ 0 8 ആണ് ഹൈറ്റ്. ബേസ് എന്ന് പറയുന്നത് 6 ഫീറ്റ് ആണ്. 0 നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 to 3 വരെ ആൻഡ് 0 to -3. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ആക്ച്വലി 6 ഫീറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ബേസ് 6ഉം ഇങ്ങനെയുള്ളൊരു ഹൈറ്റ് 8ഉം ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു പാരാബോൾ നമ്മൾ ആക്ച്വലി ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ y is equal to 8 when x is equal to 0. x 0 കൊടുക്കുമ്പോൾ y is equal to 8 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ x 0 കൊടുക്കുമ്പോൾ y is equal to 8 കിട്ടുന്നതുകൊണ്ട് c is equal to 8 എന്ന് കിട്ടി. സിമിലർലി y 0 ആകുമ്പോൾ എന്ത് കിട്ടുന്നു, x is equal to 3 ആണ്. y 0 ആകുമ്പോൾ x is equal to 3 ആണ്, c is equal to 8 ആണ്. അപ്പോൾ 0 is equal to a into x എന്ന് പറയുന്നത് 3 ആണ്, 9. അപ്പോൾ എന്ത് ചെയ്തു, 9a plus 8 is equal to 0. 9a plus 8 is equal to 0 implies a is equal to -8/9. അപ്പോൾ 9a plus 8 is equal to 0 implies a is equal to -8/9. അപ്പോൾ നമുക്ക് എയും കിട്ടി സിയും കിട്ടി. അപ്പോൾ നമ്മൾ y എന്ന് പറയുന്നത് -8/9 x square plus d 8 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇത്. ഇതിനെയാണ് ആക്ച്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എവിടെ മുതൽ എവിടം വരെ? എക്സിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. -3 മുതൽ 3 വരെ, -3 മുതൽ 3 വരെ, -3 മുതൽ 3 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. -3 to 3 -8/9 x square plus 8 dx, that is -8/27 x cube plus 8x. സാധാ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. -3 to 3 ഫസ്റ്റ് 3യിലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, അതിൽ -3യുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 32. അപ്പോൾ 32 സ്ക്വയർ ഫീറ്റ് ആണ് ആക്ച്വലി കട്ടൗട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കെച്ച് ആൻഡ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ദി ഗ്രാഫ് ഓഫ് എക്സ് സ്ക്വയർ ആൻഡ് x plus 3 ഓൺ -1 1. എക്സ് സ്ക്വയറും x plus 3യുടെ ഇൻ ബിറ്റ്വീനിലുള്ള ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, എവിടെ മുതൽ എവിടം വരെ, -1 to 1 വരെ. നമുക്കറിയാം -1 to 1 ആണ് ആക്ച്വലി എന്ത് വരുന്നത്, ലിമിറ്റ് വരും. അപ്പോൾ റീജിയൻ നമ്മൾ വരയ്ക്കണം. അപ്പോൾ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ x plus 3 എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള x plus 3 ആൻഡ് x square എന്ന് പറഞ്ഞ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്നത് എന്ന് പറഞ്ഞാൽ -1ൻ്റെയും 1ൻ്റെ ഇടയ്ക്ക് ഈ ഒരു സെക്ഷൻ ഷെയ്ഡ് ചെയ്ത സെക്ഷനാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഗ്രാഫാണ് ഹയർ. ഈ ഗ്രാഫ് അതായത് ലീനിയർ ആയിട്ടുള്ള ഈ ഗ്രാഫാണ് ആക്ച്വലി വലുത് വരുന്നത്, കാരണം ഇതിൻ്റെ മേലെയാണ് ഈ ഒരു ഭാഗത്ത് ഇത് കിടക്കുന്നത്. അപ്പോൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ ഇതൊരു പുതിയൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്താൽ മതി. ആക്ച്വലി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ -1 to 1 x plus 3 എന്ന് പറഞ്ഞ വാല്യൂവിന് ഫംഗ്ഷൻ്റെക്കാൾ ചെറുതാണ്. x plus 3 ആണ് ആക്ച്വലി -1 to 1 വലുത് ആൻഡ് x square അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏരിയ എന്ന് പറയുന്നത് ആ വലിയ ഫംഗ്ഷൻ്റെത് ഇൻ്റഗ്രൽ മൈനസ് ചെറിയ ഫംഗ്ഷൻ, ആ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഹയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x plus 3 ആണ്. വരച്ച് നോക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ മേലെയാണ് ഇത് കിടക്കുന്നത്. ഈ വാല്യൂസിനൊക്കെ മേലെയാണ് ആക്ച്വലി ഈ വാല്യൂസ് കിടക്കുന്നത്. അപ്പോൾ അത് മൈനസ് ഇത് ചെയ്താൽ മതി. ഇത് മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് x plus 3 - x square ലിമിറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. ദാറ്റ് ഈസ് 1/2 x square plus 3x minus 1/3 x cube ഫ്രം -1 to 1. ഇങ്ങനെ ഒരു ഇൻ ബിറ്റ്വീൻ ഏരിയ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏതാണ് ഹയർ ഫംഗ്ഷൻ
ഹയർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ, ഹയർ വാല്യൂ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷനിലെ ഏത് വലിയ ഫംഗ്ഷനിൽ നിന്ന് ചെറിയ ഫംഗ്ഷൻ കുറച്ചിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടാൽ മതി. കാരണം ഇവിടെ x+3 മൈനസ് എക്സ് സ്ക്വയർ, കാരണം x+3 ആണ് ഇവിടെ ആക്ച്വലി എക്സ് സ്ക്വയറിനെക്കാട്ടും വലുതായിട്ട് വരുന്നത്, അതുകൊണ്ട് x+3 മൈനസ് എക്സ് സ്ക്വയർ ചെയ്യും. ഫൈൻഡ് ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് y is equal to x square and y is equal to x cube for x between 0 and 1. 0 and 1 നമുക്ക് വാല്യൂ നോക്കൂ. 0 and 1 x cube is less than x square. x cube is less than x square on 0 1. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. x square മൈനസ് എക്സ് ക്യൂബ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വലുതിൽ നിന്ന് ചെറുത് കൊടുക്കുക, വലിയ ഫംഗ്ഷനിൽ നിന്ന് ചെറിയ ഫംഗ്ഷൻ കൊടുക്കുക. അതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയാസ് കിട്ടും. ഡെഫിനേഷൻ നമുക്ക് ഏരിയ ഇൻ ബിറ്റ്വീൻ നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വിത്ത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. അതായത് ജി ഓഫ് എക്സിനെക്കാട്ടും വലുതാണ് എഫ് ഓഫ് എക്സ് ത്രൂ ഔട്ട് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനെക്കാട്ടും വലുതാണ്. ദെൻ ദി ഏരിയ ഓഫ് ദി റീജിയൻ ബിറ്റ്വീൻ ദി കർവ് y is equal to f of x. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ രണ്ട് കർവുകളുടെ ഇടയ്ക്കുള്ള ഏരിയ ഓൺ ഏത് എ ടു ബി, ദാറ്റ് ഈസ് ഫ്രം എ ടു ബി ഈസ് ദി ഇൻ്റഗ്രൽ. അതായത് ഈ എഫ് മൈനസ് ജി കണ്ടാൽ മതി. എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പോൾ ആക്ച്വലി ആ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഹയർ ഫംഗ്ഷൻ മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ഗ്രാഫ് ദി curves and draw a representative rectangles. ജസ്റ്റ് ആ റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ പറയുന്നത്. അപ്പോൾ അവിടെ ആ റെക്റ്റാങ്കിൾസിൽ ഏത് കർവാണ് ആ റെക്റ്റാങ്കിൾസിൻ്റെ എബവ് വരുന്നത് ആൻഡ് ഏത് കർവാണ് ബിലോ വരുന്നത് നോക്കിയിട്ട് നമുക്ക് ഏത് ഫംഗ്ഷനാണ് ഹയർ, ഏത് ഫംഗ്ഷനാണ് ലോവർ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഫൈൻഡ് ദി ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. എവിടെ മുതൽ എവിടെ വരെയാണ് ലിമിറ്റ് വരുന്നതെന്ന് നോക്കുക. ദെൻ ഏത് കണ്ടുപിടിക്കുക? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ദെൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്കൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ഏരിയ ബിറ്റ്വീൻ y is equal to sec square x and y is equal to sin x ഫ്രം 0 to π/4. 0 to π/4 ഇപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു. 0 to π/4. y is equal to x sec square ഇതാണ്, y is equal to sin x ഇതാണ് ഓൺ π/4. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റെപ്പ് ഒരു റെക്റ്റാങ്കിൾ വരച്ചു, രണ്ട് പോയിന്റിനെ ബന്ധിപ്പിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അതിൻ്റെ എബവ് ഫംഗ്ഷനിൽ ടച്ച് ചെയ്യുന്നത് ഏതാണ്? സിക്സ് സ്ക്വയർ എക്സ് ആണ്. ബിലോയിൽ വരുന്നത് ഏതാണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ സിക്സ് സ്ക്വയർ എക്സ് ആണ് ഹയർ ഫംഗ്ഷൻ, വലിയ ഫംഗ്ഷൻ സിക്സ് സ്ക്വയർ എക്സ് ആണ്. കാരണം കണ്ടില്ലേ, സൈൻ എക്സിനെക്കാട്ടും മേലെയാണ് ഫംഗ്ഷൻ കിടക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത് കൺസിഡർ ചെയ്യുന്നു? ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് കൺസിഡർ ചെയ്യുന്നു, ഓർ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, എബവ് ഫംഗ്ഷൻ മൈനസ് ബിലോ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് സിക്സ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ്. കാരണം ഇവിടെ എബവ് ഫംഗ്ഷൻ സിക്സ് സ്ക്വയർ എക്സ് ആണ്, ബിലോ ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. സിക്സ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ എക്സ് എവിടെ മുതൽ എവിടെ വരെയാണ് ലിമിറ്റ്? 0 to π/4. So then 0 to π/4 6 square x minus sin x dx, that is tan x. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് tan x plus cos x on 0 to π/4. അപ്പോൾ 1 plus √2/2 minus 0 plus 1, that is √2/2 എന്നുള്ള ഫോമിലേക്ക് ഫംഗ്ഷൻ വരും. ദാറ്റ് ഈസ് 1/√2 ആണ് അതിൻ്റെ ഏരിയ. ഫൈൻഡ് ദി ഏരിയ ബിറ്റ്വീൻ the region enclosed by the parabola y is equal to 2 minus x square and the line y is equal to minus x. Y is equal to minus x plot ചെയ്യുന്നു, y is equal to 2 minus x square. This is y is equal to 2 minus x square and this is y is equal to minus x. y is equal to minus x ഇതാണ്. റെക്റ്റാങ്കിൾ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. റെക്റ്റാങ്കിളിൻ്റെ എബവ് ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കുന്നു. എബവ് ഫംഗ്ഷൻ ഏതായിട്ടാണ് വരുന്നത്? എവിടെ മുതൽ എവിടെ വരെയാണ് ഇൻ്റഗ്രൽ വരുന്നത്? എന്താണ് ചോദിക്കുന്നത്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇത്രയും ഭാഗം കണ്ടുപിടിക്കണം. എൻക്ലോസ് ചെയ്യുന്ന മൊത്തം ഭാഗം നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ ആക്ച്വലി എൻക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ്റർസെക്റ്റ് ചെയ്യാന്നല്ലേ? അതായത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴല്ലേ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്യാന്നാണ് ആക്ച്വലി എൻക്ലോസ്. കാരണം ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് തന്നിട്ടില്ല. ഇനി ഇതെപ്പോഴാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുക? ഇതെപ്പോഴാണ് ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. y is equal to minus x ഇവിടെ അപ്ലൈ ചെയ്യുക. y is equal to minus x ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടും. y is equal to minus x y is equal to 2 minus x square ഇക്വേറ്റ് ചെയ്യുക. y is equal to minus x എവിടെ ഇക്വേറ്റ് ചെയ്യുക? 2 minus x square ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2x കിട്ടും.
അതേപോലെ തന്നെ വൈയും കിട്ടും. അങ്ങനെയാണ് ആക്ച്വലി ഇൻ്റർസെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കുക. y is equal to minus x ഈ പാരാബോളിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. അങ്ങനെയുള്ള ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് ആണ് ആക്ച്വലി എന്ത് -1 1 2 -2 -1 1 2 -2. ആക്ച്വലി ഇതാണ് സ്റ്റെപ്പ് 2 ടു ഫൈൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ. നമുക്കറിയാം എബോവ് ഫംഗ്ഷൻ അപ്പോൾ ഇവിടെ 2 - x² ആണ്, ബിലോ ഫംഗ്ഷൻ -x ആണ്. ഫൈൻഡ് ദി ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ കാണാൻ എന്ത് ചെയ്യുന്നു? ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് y is equal to 2 - x² ആൻഡ് y is equal to -x. അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? x is equal to -1 x is equal to 2 കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സിലാണ് വരുന്നത്. -1 2 ആണ് നമ്മുടെ എന്ത് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് -1 to 2. f of x minus g of x. എബോവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2 - x², ബിലോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ -x. ദാറ്റ് ഈസ് 2 - x² പ്ലസ് എക്സ്. മൈനസും ഒക്കെ ആഡ് ചെയ്ത് പ്ലസ് ആവുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ ഫംഗ്ഷൻ. ലിമിറ്റ് 1 to 2 ആണ്. എക്സ് ആക്സിലാണ് ലിമിറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആക്ച്വലി ഈ ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നു? ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ നമുക്കറിയാം, -1 to 2 സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്യാം. എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു, നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ആക്ച്വലി എന്ത് ഈ ഒരു സെക്ഷനിൽ. അതായത് ഇങ്ങനെ രണ്ട് ഫംഗ്ഷനിലെ ലിമിറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ദാറ്റ് ഈസ് ബൗണ്ടഡ് above by y is equal to √x and below by the x-axis and the line y is equal to x minus 2. Bounded above y is equal to √x. ഇതാണ് y is equal to √x and y is equal to x minus 2. y is equal to x minus 2. ഈ ലൈൻ ആണ് y is equal to x minus 2 and ഇത് ബൗണ്ടഡ് above ആയിരിക്കണം. ബൗണ്ടഡ് above എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബൗണ്ടഡ് ആയിരിക്കണം, ഇതിൽ ഇതായിരിക്കണം. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യാം? ഷോസ് ദാറ്റ് റീജിയൻ അപ്പർ ബൗണ്ടറി എന്ന് പറയുന്നത് √x എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്, മേലെ വരുന്ന ഫംഗ്ഷൻ ഇവിടം വരെ. ലോവർ ബൗണ്ടറി എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെ ഏതാണ്? ആക്ച്വലി 0 ആണ്. ഇവിടം മുതൽ ഇവിടം വരെ ആക്ച്വലി ഏതാണ്? 0 ആണ്. ഇവിടം തൊട്ടാണ് ആക്ച്വലി ഏത് വരുന്നത്? x minus 2. അപ്പോൾ 0 to 2 വരെ ഫംഗ്ഷൻ ബിലോ എന്ന് പറയുന്നത് g of x is equal to 0 ആണ്. 0 to 2 വരെ ഇവിടം തൊട്ടാണ്. കാരണം ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമുക്ക് ചെയ്യാൻ പറഞ്ഞത്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. അപ്പോൾ ഈ അടിയിലത്തെ ഭാഗം വരുന്നില്ല. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇവിടെ 0 to 2 വരെ y is equal to 0 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആക്ച്വലി ഏത് ഫംഗ്ഷൻ വരുന്നത്? 2 to 4ലാണ് ബിലോ ഫംഗ്ഷൻ ആയിട്ട് ഏത് വരുന്നത്? x minus 2. അപ്പോൾ 0 to 2 2 to 4 0 to 2 2 to 4 0 to 2 വരെ g of x എന്ന് പറയുന്നത് 0 ആണ്. 2 to 4 എന്ന് പറയുന്നത് ബിലോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ്. 0 to 2 വരെ y is equal to 0 ആണ് ബിലോ ഫംഗ്ഷൻ. 2 to 4 വരെ x minus 2 ആണ് ബിലോ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതാ √x-ഉം y is equal to x minus 2 കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് x is equal to 1ഉം x is equal to 4ഉം ആണ് എന്ത് കിട്ടുന്നത്? ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് കിട്ടുന്നത്. x is equal to 1ഉം x is equal to 4ഉം. ഓൺലി ദ വാല്യൂ x is equal to 4 ചൂസ് ചെയ്താൽ മതി. കാരണം x 1 ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x 1 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഏതാണ് കിട്ടുക? ഈസ് ആൻ എക്സ്ട്രീനിയസ് റൂട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സ്ക്വയറിങ്. x is equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി അത് അവിടെ വരുന്നില്ല. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് വരുന്നു 2 to 4 ആണ് വരുന്നത്. 0 to 2 2 to 4 0 to 2 2 to 4 0 to 2ൽ f of x minus g of x 0 to 2ൽ g of x ലോവർ ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? y is equal to 0 ആണ്. അപ്പം എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ f of x minus g of x എന്ന് പറയുന്നത് √x minus 0 ദാറ്റ് ഇസ് √x. 2 to 4ൽ g of x എന്ന് പറയുന്നത് x minus 2 ആണ്. അവിടെ എന്ത് വരും? √x minus x plus 2 എന്ന് വരും. √x minus x plus 2. വി ആഡ് ദി ഏരിയ ഓഫ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഏരിയ ആക്കി മാറ്റുന്നു, എയും ബിയും. ഇവിടെ വരെയുള്ള ആദ്യത്തെ സെക്ഷൻ, ഈ ഒരു ഭാഗം രണ്ടാം സെക്ഷൻ. ആ രണ്ടാം സെക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ 0 to 2 √x t. കാരണം 0 to 2ൽ √x ആണ് f of x minus g of x.
2 to 4 റൂട്ട് എക്സ് മൈനസ് എക്സ് പ്ലസ് 2 ആണ്. അവിടെ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ കൊടുക്കുക. ഈ ഒരു ഇൻ്റഗ്രേഷൻ കൊടുത്തിട്ട് നമുക്കറിയാം ഈ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഇൻ്റഗ്രൽ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടും? ഈ വാല്യൂ കിട്ടും. ഇനി ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ. ഇത്രയും നേരം നമ്മൾ ചെയ്തത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്തത്. സെയിം പ്രൊസീജിയർ എങ്ങനെ ചെയ്യാം? ഡെൽറ്റ വൈ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് ഏതാണോ ഏറ്റവും റൈറ്റിലുള്ളത് മൈനസ് ലെഫ്റ്റിലുള്ളത്. കാരണം ഈ വാല്യൂ ആണ് ഈ ഇവിടെ ഭാഗങ്ങളിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് റൈറ്റിലുള്ളത് മൈനസ് ലെഫ്റ്റിലുള്ളത്. ആദ്യത്തെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ അപ്പർ മൈനസ് ലോവർ ആണ് ചെയ്തത്. ഇവിടെ റൈറ്റ് സൈഡ് മൈനസ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ഏതാണ് അത് മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ. ഇതാണ് എഫ് ഓഫ് വൈ, ഇത് ജി ഓഫ് വൈ. കാരണം വൈയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ നമ്മൾ ഇങ്ങനെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ഡി വൈ ചെയ്യുക. എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ഡി വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇതാണ് വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. ഇതാണ് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പോൾ എന്ത് ചെയ്യുക? വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആയി, വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 10. ഇത് നമ്മൾ എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു വൈ സ്ക്വയർ. എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു വൈ സ്ക്വയർ ആൻഡ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു വൈ പ്ലസ് 2. അപ്പോൾ ഇത് വൈ പ്ലസ് 2 ആണ്, ഇത് വൈ സ്ക്വയർ ആണ്. ജസ്റ്റ് എക്സിനെ ഒറ്റയ്ക്കാക്കുക. എക്സിൽ പവറോ ഇതൊന്നും വരാതെ എക്സ് ഈസ് ഈക്വൽ ടു സം എന്നും പറഞ്ഞ് വൈയുടെ ടേംസിൽ എഴുതുക. എന്നിട്ട് റൈറ്റ് സൈഡ് മൈനസ് ലെഫ്റ്റ് സൈഡ്. ദാറ്റ് ഈസ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് വൈ പ്ലസ് 2 ആണ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് വൈ പ്ലസ് 2 മൈനസ് വൈ സ്ക്വയർ, വൈ പ്ലസ് 2 മൈനസ് റൈറ്റ് സൈഡ് മൈനസ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ വൈ പ്ലസ് 2 മൈനസ് വൈ സ്ക്വയർ, വൈ പ്ലസ് 2 മൈനസ് വൈ സ്ക്വയർ ചെയ്യാം. ഇനി ലിമിറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ നോക്കുക. ദാറ്റ് ഈസ് വൈ പ്ലസ് 2 ഈക്വൽ ടു വൈ സ്ക്വയർ, വൈ പ്ലസ് 2 ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു -1 വൈ ഈസ് ഈക്വൽ ടു 2 ആണ്. വൈ ഈസ് ഈക്വൽ ടു -1 വൈ ഈസ് ഈക്വൽ ടു 2 ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആക്ച്വലി ഇവിടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 കിട്ടി. ദ വാല്യൂ വൈ ഈസ് ഈക്വൽ ടു -1 ഗീവ്സ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ബിലോ ആണ്. നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എക്സ് ആക്സിലാണ് പ്രോബ്ലം ചോദിച്ചത്, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 0 to 2 എടുത്താൽ മതി ലിമിറ്റ്. കാരണം -1 എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ് വരുന്നത്? ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വരുന്നില്ല, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ വൈ ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നില്ല. ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കണ്ടുപിടിക്കാൻ രണ്ട് കർവും കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതായത് രണ്ട് കർവും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടും. ദെൻ റൈറ്റ് സൈഡ് മൈനസ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് മൈനസ് ലെഫ്റ്റ് സൈഡ് അത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടി? ആൻസർ കിട്ടും. Combining integrals with formulas from geometry. Find the area of the region in the first quadrant that is bounded above എന്ന് ഓൾറെഡി തന്നു, y is equal to root x, and below x minus 2 ആണെന്നും തന്നു. നമുക്കറിയാം, ഇത് ഓൾറെഡി നമുക്കറിയാം. ഇതാണ് x minus 2. അപ്പോൾ 0 to 4 നമുക്ക് എന്താക്കാം? The area we want is the area between the curve y is equal to root x from 0 less than or equal to x less than or equal to 4 and the x-axis minus the area of the triangle with base 2 and height. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊത്തം ഏരിയ അല്ല, എൻക്ലോസ് ചെയ്യുന്ന ഏരിയ അല്ല. Find the area of the region in the first quadrant that is bounded above and ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ റൂട്ട് എക്സ് മൈനസ് ഏരിയ എന്ന് പറയുന്നത് 0 to 4 തന്നെ ഇൻ്റഗ്രൽ എടുത്തിട്ട് ഈ ഏരിയ കുറച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ, ബൗണ്ടഡ് എബവ് ആൻഡ് ബൗണ്ടഡ് ബിലോ. അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. ഈ ഒരു ഏരിയ നമുക്കറിയാം, ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം, ഹാഫ് BH ആണ്. അപ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്, അതാണ് ഇവിടെ ചെയ്തത്. ഇവിടെ 0 to 4 ഏത് തന്നെ എടുക്കുക? റൂട്ട് എക്സ് ഡി എക്സ് തന്നെ എടുക്കുക. ഇവിടെ മുതൽ 0 to 4 വരെ എന്ത് ചെയ്യുക? ബൗണ്ടഡ് എബവ് മൈനസ് ബിലോ വരുന്നത് ഇവിടെ ആക്ച്വലി y is equal to 0. അതുകൊണ്ടാണ് ഇവിടെ റൂട്ട് എക്സ് വരുന്നത്. കാരണം ഇവിടെ മുതലാണ് മറ്റേ
സെക്കൻഡ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്താൽ മതി, അപ്പർ മൈനസ് ലോവർ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ആക്ച്വലി അത് ചെയ്യുന്നത്. ഇത്രയും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ കുറച്ചിട്ടുള്ളതാണ് ആക്ച്വലി ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഏരിയ എൻക്ലോസ് ചെയ്യുന്നു. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദി കർവ്സ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 ആൻഡ് 4x പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് ചെയ്യാം, എക്സ് ഇസ് ഈക്വൽ ടു സം 3 മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഹിയർ എക്സ് ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ 4. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ആക്ച്വലി 3 മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ 4 ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നു, പോയിന്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്കിത് ചെയ്യുന്നത്. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് -2 2 ആണ്. -2 to 2 കിട്ടി. ഇനി എബവ് എന്ത് ചെയ്യുക, എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ, എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ചെയ്യുക. ജസ്റ്റ് എഫ് ഓഫ് വൈ മൈനസ് ജി ഓഫ് വൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് ഇതാണ്. ലിമിറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു, -2 to 2 ആണ്. ദെൻ എന്ത് ചെയ്യുന്നു, ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ആക്ച്വലി അത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ബിറ്റ്വീൻ ഇൻ്റർസെക്റ്റിംഗ് ഗ്രാഫ്. രണ്ട് ഗ്രാഫ് നമ്മൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ പോയിന്റ്. ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ between the graphs of f and g and between x is equal to a and x is equal to b. x is equal to a, x is equal to b തന്നു. ഫസ്റ്റ് പ്ലോട്ട് അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈൻ ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു ബിയും വെർട്ടിക്കലായിട്ടുള്ള ലൈൻ. അതിൻ്റെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നു. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കുക, ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആവുന്ന പോയിന്റ്സ് ആണ് ഏത് വരിക, ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. സി ആണ് ഒരു ഇൻ്റർസെക്ഷൻ എന്ന് വിചാരിക്കുക. കാരണം ഇവിടെ രണ്ട് ഗ്രാഫും കണ്ടില്ല, ഇൻ്റർസെക്ട് ചെയ്യുന്നു. ഇനി എ മുതൽ സി വരെ നമ്മുടെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എ മുതൽ ബി വരെയാണ്. എ മുതൽ സി വരെ ഏത് ഫംഗ്ഷനാണ് ഹയർ ഫംഗ്ഷൻ, അപ്പർ ആയിട്ടുള്ളത്? ഇവിടെ നോക്കൂ, ഈ ഒരു ഇതിൽ വരുന്നത് എബോവിൽ നിൽക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്, ബിലോയിൽ നിൽക്കുന്നത് ജി ഓഫ് എക്സ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ സിയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എബോവിൽ നിൽക്കുന്നത് ജി ഓഫ് എക്സ് ആണ്, ബിലോയിൽ നിൽക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഇൻ്റർവെൽ നമ്മൾ എന്താ, എ ടു സിയിൽ എഫ് ഓഫ് എക്സ് ഈസ് ഹയർ ദാൻ ജി ഓഫ് എക്സ് ആൻഡ് ബി ടു സി ടു ബി, സി എന്ന് പറയുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. സി ടു ബിയിൽ നമ്മൾ എന്താണ് ആക്ച്വലി എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ജി ഓഫ് എക്സ്. നമുക്ക് ലെസ് ദാനും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ, ഓൺ എ ടു സി. ഹിയർ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്താൽ മതി ഇൻ്റഗ്രൽ ഓൺ സി ടു ബി. സി ടു ബിയിൽ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്താണ് അപ്പർ മൈനസ് ലോവർ. ഇപ്പോൾ നമ്മൾ ഇൻ്റർസെക്ട് പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് വീണ്ടും കട്ട് ചെയ്ത് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സിൽ ഇൻ്റർവെൽസ് മാറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, എ ടു സി, എ മുതൽ സി വരെ ഏതാണ്, എഫ് ഓഫ് എക്സ് ഈസ് ഹയർ ദാൻ ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി ടു ബിയിൽ ജി ഓഫ് എക്സ് ഈസ് ഹയർ ദാൻ എഫ് ഓഫ് എക്സ്. സോ സി ടു ബി ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഇൻ്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമാറ്റ്. ഈ ഒരു ഫോമിലാണ് ആക്ച്വലി എന്ത് വരിക, ഏരിയ കണ്ടുപിടിക്കുക. ഒരു എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ്. ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ ആണ്. നമുക്കറിയാം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഏതാണ്, വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറും വൈ ഈസ് ഈക്വൽ ടു എക്സും ആണ്. ദിസ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്, ദിസ് ഈസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. രണ്ട് ഗ്രാഫ് ഇക്വേറ്റ് ചെയ്യുക. അവിടെ വരുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം ആണ്. 0യിലും 1ലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. 0 ഇവിടെ 1ൽ സ്പ്ലിറ്റ് ചെയ്തു, 0യും 1ലും സ്പ്ലിറ്റ് ചെയ്തു. ഇനി 0 മുതൽ 1 വരെ എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ എക്സ് ആണ്. എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് 0 മുതൽ 1 വരെ. 0 മുതൽ 1 വരെ ഏതാ നോക്കൂ, ഈ ഒരു ഫംഗ്ഷൻ അല്ലേ. ഏതാണ്, എബോവിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് ആണ്, ബിലോയിലുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ, 0 മുതൽ 1 വരെയുള്ള ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അവിടെ നിന്ന് അങ്ങോട്ട് എക്സ് സ്ക്വയർ ആണ് ഹയർ ദാൻ. 1 മുതൽ 2 വരെ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് ഹയർ. 0 മുതൽ 1 വരെ എക്സ് സ്ക്വയർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഇനി 1 മുതൽ 2 വരെ ഈ ഒരു സെക്ഷൻ നോക്കൂ. കാരണം എബോവിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, ബിലോ ആണ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ് ചെയ്തു 1 to 2. പിന്നെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തത്, ജസ്റ്റ് ഇവിടെ നമ്മൾ ആ ലിമിറ്റ് മാറ്റുകയാണ് ചെയ്തത്. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടിയിട്ട് ജസ്റ്റ്
നമ്മുടെ ടോട്ടൽ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ സ്പ്ലിറ്റ് ചെയ്തു 0 to 1 and 1 to 2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എബോവ് ഫംഗ്ഷൻ മൈനസ് ബിലോ ഫംഗ്ഷൻ. 0 to 1 ഇവിടെ എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. 1 to 2 ഇവിടെ എക്സ് സ്ക്വയർ ഈസ് ഹയർ ദാൻ എക്സ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോമിലേക്ക് വരുന്നത്. ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ ആൻസർ കിട്ടും. സെയിം പ്രൊസീജിയർ ആണ് ഇവിടെയും. y is equal to x cube and y is equal to 3x square minus 2x. ആദ്യം ചെയ്യേണ്ടത് ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ 0, 1, 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇത് 0 to 1 ചെയ്യണം, 1 to 2 ചെയ്യണം, 0 to 1 ചെയ്യണം, 1 to 2 ചെയ്യണം. അപ്പോൾ അവിടെ ഏത് ഫംഗ്ഷനാണ് ഹയർ എന്ന് നോക്കുക. ഇനി ജസ്റ്റ് ഹയർ ഫംഗ്ഷൻ മൈനസ് ലോവർ ഫംഗ്ഷൻ ചെയ്യുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 1 വരെ എക്സ് ക്യൂബാണ് ഹയർ ദാൻ 3x square minus 2x. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ക്യൂബ് മൈനസ് ദിസ് ഫംഗ്ഷൻ വരുന്നത്. രണ്ടാമത്തെ ടേമിൽ 1 to 2 ഈ പോളിനോമിയൽ ഫംഗ്ഷൻ 3x square minus 2x ഈസ് ഹയർ ദാൻ എക്സ് ക്യൂബ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് മൈനസ് ഇത് വരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സെയിം പ്രൊസീജിയർ എന്ത് ചെയ്യുക? വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും സെയിം പ്രൊസീജിയർ. റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഇൻ്റർവെൽസിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുന്ന ഇൻ്റർവെൽസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് ഇതും ചെയ്യുക. റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അപ്പർ ഭാഗം വരുന്ന ഗ്രാഫ് മൈനസ് ലോവർ ഭാഗം വരുന്ന ഗ്രാഫ്. അങ്ങനെയാണ് ആക്ച്വലി അവിടെ ചെയ്യുക. ഇതാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. ഈ ഒരു ഭാഗം കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 2ഉം വൈ ഈക്വൽ ടു എക്സും കൂടി ഇക്വേറ്റ് ചെയ്യും. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ? വൈ സ്ക്വയർ മൈനസ് 2 ഈസ് ഈക്വൽ ടു വൈ, വിച്ച് ഗീവ്സ് വൈ ഈക്വൽ ടു -1 and 2. വൈ ഈക്വൽ ടു -1ഉം വൈ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യണം. -1 to 2 y മൈനസ് വൈ സ്ക്വയർ ബൈ വൈ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2. ഇവിടെ ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏതാണ്? റൈറ്റ് ഹാൻഡ് സൈഡ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. അപ്പോൾ ആക്ച്വലി ഇത് തന്നെ ചെയ്താൽ മതി. ഇവിടെ റൈറ്റിൽ വരുന്നത് ഏതാണ്? ഇത്രയും ഭാഗത്ത് വൈ ഈസ് ഈക്വൽ ടു എക്സ്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു വൈ തന്നെയാണ്. ലെഫ്റ്റിൽ വരുന്നത് വൈ സ്ക്വയർ മൈനസ് 2 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വൈ മൈനസ് വൈ സ്ക്വയർ, റൈറ്റ് മൈനസ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. റൈറ്റ് മൈനസ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ കിട്ടും. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. -1 to 2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. The velocity displacement relationship holds for all rates of change. If the quantity q depends on x and has a rate of change r, rate of change r ആണ്, then by fundamental theorem നമുക്കറിയാം q of b minus q of a എന്ന് പറയുന്നത് r dx. r എന്ന് പറയുന്നത് dq by dr. dq by dr ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മാറ്റിയിരുന്നത്. ഇന്റഗ്രൽ dq by dr, that is the r. Actually dq by dr ആണ്. dq by dx is equal to r. rate of change r ആണ് തന്നിട്ടുണ്ട്. dq by dx ആണ് r എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റഗ്രൽ a to b dq by dx into dx over a to b എന്ന് പറയുന്നത് q of b minus q of a. ജസ്റ്റ് ഫണ്ടമെന്റൽ തിയറം അതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത്. അതായത് r എന്ന് പറയുന്നത് dq by dx ആണ്. അതാണ് r. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? q of b മൈനസ് q of a ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഫണ്ടമെന്റൽ തിയറം.